നമ്മൾ കട്ട്ലറ്റിനായിട്ട് വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത്, ബ്രെഡ് ക്രംസ്, മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത്, സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാകുമ്പോഴേക്കും ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യുക. വെളുത്തുള്ളി, കറിവേപ്പില. ഇനി ഇതൊന്ന് കൂടി കുറച്ചുകൂടി ഒന്ന് വഴറ്റി എടുക്കുക. ഗോൾഡൻ കളർ ആകേണ്ട കാര്യമില്ല, നമ്മൾ കട്ട്ലറ്റ് വറുത്തെടുക്കുന്നുണ്ട്. അരച്ച് നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മുളക് പൊടി,
ഈ മസാലയൊക്കെ കൂടെ ഒന്ന് മൂത്ത് വരുന്നതിന് ആയിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് ഫ്രൈ ആവുന്ന വരെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അവിടെ ബീഫ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് ആഡ് ചെയ്യാം. ബീഫിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ്, കിഴങ്ങിൽ ചേർത്തല്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മിക്സ് നന്നായിട്ട് കുഴച്ച് എടുത്ത് വെച്ച് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇതോരോ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുക. ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഇത് പരത്തിയെടുക്കുക. ഇനി ഇതാദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട അടിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ഇടുക. ഇതിനകത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഇത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് പരത്തി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായി ചൂടാവുമ്പോൾ കട്ട്ലറ്റ് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട്ലറ്റായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് ഇട്ട് കൊടുക്കും.
ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്ന വരെ വാർത്തെടുക്കും. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.